മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ വിജയത്തെയും സന്തോഷത്തെയും നിർണ്ണയിക്കുന്നത്. സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യന്റെ വിജയത്തെയും സന്തോഷത്തെയും നിർണ്ണയിക്കുന്നത് അവൻ സമൂഹത്തിൽ വളർത്തിയെടുക്കുന്ന നല്ല ബന്ധങ്ങളാണ്. മറ്റുള്ളവരുമായി എത്ര നല്ല ബന്ധം സ്ഥാപിക്കുന്നുവോ അത്രത്തോളം ശാന്തിയും സമാധാനവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ചിന്ത തനിക്ക് ചുറ്റുമുള്ളവരുടെ ഇടയിൽ എങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ട ഒരാളായി മാറാമെന്നതാണ്. എന്നാൽ പലർക്കും അത് സാധിക്കാറില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവുക എന്നത് അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് അതൊരു കലയാണ്. ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെ, നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ സമൂഹത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നമുക്ക് മാറാൻ സാധിക്കും. ഈ കല സ്വായത്തമാക്കാൻ വലിയ ബിരുദങ്ങളോ പണമോ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കും ഒരു അത്ഭുത മനുഷ്യനായി മാറാം. അതിനായി ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഓരോ പോയിന്റും അത്രമേൽ പ്രാധാന്യമേറിയതാണ്. നമുക്ക് തുടങ്ങാം. നല്ലൊരു ശ്രോതാവാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലോകത്തെ പാതി ജയിച്ചു എന്നാണ് പറയുക. ആധുനിക ലോകത്ത് എല്ലാവർക്കും പറയാൻ നൂറ് കാര്യങ്ങളുണ്ട്, എന്നാൽ കേൾക്കാൻ ആർക്കും സമയമില്ല. ഇവിടെയാണ് ഒരു നല്ല ശ്രോതാവിൻ്റെ പ്രസക്തി. മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായ ശ്രദ്ധ നൽകുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവാണ്. അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു എന്ന് കാണിക്കാൻ ചെറിയ തലയാട്ടലുകളോ ഭാവമാറ്റങ്ങളോ മതിയാകും. അവരുടെ സംസാരത്തിനിടയിൽ കയറി സ്വന്തം അഭിപ്രായം പറയുന്ന ശീലം ഒഴിവാക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് വലിയൊരു വിശ്വാസവും സ്നേഹവും തോന്നും. അവർ നിങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങും. ലോകത്തെ സ്വാധീനിച്ച പല നേതാക്കളും നല്ല ശ്രോതാക്കളായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത് പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങളും ആ മഹാന്മാരുടെ പട്ടികയിലേക്ക് നടന്നു കയറുകയാണ്. ഒരു ചിരിക്ക് ഒരു യുദ്ധം പോലും മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിനാൽ നിങ്ങളുടെ മുഖത്തെ മുറുകിയ മാംസപേശികളെ അയക്കുക. പുഞ്ചിരിക്കാൻ പഠിക്കുക. പുഞ്ചിരി എന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാർവലൗകിക ഭാഷയാണ്. പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും ഒരു ചെറു പുഞ്ചിരിയോടെ പെരുമാറുന്നത് ഒരു പോസിറ്റീവ് ഊർജം കൈമാറുന്നതിന് തുല്യമാണ്. കഠിനമായ മുഖഭാവത്തോടെ നടക്കുന്നവരേക്കാൾ സന്തോഷവാനായി കാണപ്പെടുന്നവരെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ പുഞ്ചിരി മറ്റൊരാളുടെ മാനസികാവസ്ഥയെപ്പോലും മാറ്റാൻ പ്രാപ്തമാണ് എന്നറിയുക. മറ്റൊരാളുടെ ഹൃദയവുമായി നമ്മൾക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സഹാനുഭൂതി എന്ന മഹത്തായ ഗുണമുണ്ടായിരിക്കും. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നതിനെയാണ് സഹാനുഭൂതി അഥവാ എമ്പതി എന്നൊക്കെ വിളിക്കുന്നത്. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇതിനൊക്കെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന ആശ്വാസം വാക്കുകൾക്കും അപ്പുറമാണ്. ലോകമെന്ന് ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് സഹാനുഭൂതിയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ പഠിക്കുന്നതോടെ നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും. അതുപോലെ മറ്റുള്ളവരെ വിമർശിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഡെയിൽ കാർണഗി എന്ന വിഖ്യാതനായ എഴുത്തുകാരൻ തൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, വിമർശനം എന്നത് ഒരു അപകടകാരിയായ തീപ്പൊരിയാണ്. അത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചുട്ടുപൊള്ളിക്കുന്നു എന്നാണ്. ആരെയും പരസ്യമായി വിമർശിക്കരുത്. തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. ഒരാളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ അത് സ്വകാര്യമായി സ്നേഹത്തോടെ പറയുക. തേൻ വേണമെന്നുണ്ടെങ്കിൽ തേനീച്ചക്കൂട് തട്ടിത്തെറിപ്പിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തേനീച്ചക്കൂട് തട്ടിത്തെറിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് തേൻ ലഭിക്കുകയില്ല. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കുക. നന്ദിയും ക്ഷമയും ഉള്ളവരായിരിക്കുക. നന്ദി പറയുന്നതിൽ പിശുക്ക് കാണിക്കരുത്. അത് എത്ര ചെറിയ സഹായമാണെങ്കിലും ഇതിനൊക്കെ നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാതിരിക്കുക. നന്ദി എന്ന വാക്ക് ഒരാളുടെ അധ്വാനത്തിന് നൽകുന്ന അംഗീകാരമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് തെറ്റുകൾ പറ്റിയാൽ ക്ഷമ ചോദിക്കുക എന്നതും. തൻ്റെ ഭാഗത്ത് തെറ്റ് വന്നാൽ അത് സമ്മതിക്കാൻ വലിയൊരു മനസ്സും വിനയവും ആവശ്യമാണ്. ഈ ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ വിശ്വസ്തനായി മാറും.
വാക്കുകൾ പാലിക്കുന്നതിൽ കൃത്യതയുള്ളവരായിരിക്കുക. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലെ വിശ്വാസ്യത നിങ്ങളുടെ യശസ് ഉയർത്തും. ഒരാൾക്ക് നൽകുന്ന വാക്ക് അത്രമേൽ പവിത്രമായി നാം കാണണം. അത് പാലിക്കാൻ കഴിയാത്ത പക്ഷം അത്തരം വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് നിങ്ങളെന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയൊരു സമ്പാദ്യമായി മാറും. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ പ്രീണിപ്പിക്കാനോ വഞ്ചിക്കാനോ ശ്രമിക്കരുത്. സത്യസന്ധതയാണ് ഏതൊരു നല്ല ബന്ധത്തെയും വളർത്തി വലുതാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നിസ്വാർത്ഥമായിരിക്കട്ടെ. മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഇതിൽ നിന്നും എനിക്കെന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്നത് ആ സഹായത്തിൻ്റെ മൂല്യം കുറയ്ക്കുന്നു. പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നത് തൊട്ട് ഒരാളെ ആശ്വസിപ്പിക്കുന്നത് വരെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കും. ഈ നിസ്വാർത്ഥതയാണ് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും ഉത്തമനായ ഒരു വ്യക്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. വിനയം ഒരു ആഭരണം പോലെ എടുത്തണിയുക. വിനയമാണ് ജ്ഞാനിയുടെ ആഭരണം എന്നാണ് പറയാറ്. അറിവും അധികാരവും കൂടുന്തോറും വിനയവും കൂടണം. മഹാനായ ആചാര്യൻ ചാണക്യൻ പറഞ്ഞതുപോലെ ഫലങ്ങൾ നിറഞ്ഞ മരം എപ്പോഴും താഴേക്ക് വളഞ്ഞു നിൽക്കും. അഹങ്കാരം മനുഷ്യനെ അകറ്റുമ്പോൾ വിനയം അവരെ കൂടുതൽ അടുപ്പിക്കുന്നു. എല്ലാവരോടും ഒരേ ബഹുമാനത്തോടെ പെരുമാറുന്ന ഒരാളെ ലോകം എന്നും ആദരിക്കുകയുള്ളൂ. താഴെത്തട്ടിലുള്ള നമ്മുടെ സാധാരണക്കാരോടുള്ള നിങ്ങളുടെ പെരുമാറ്റമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. ആളുകളുടെ പേരിനെ ബഹുമാനിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ ശബ്ദം സ്വന്തം പേര് വിളിക്കപ്പെടുന്നതാണ്. ഒരാളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അത് അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടാക്കുന്നു. അത് അവരെ നിങ്ങൾ ഓർക്കുന്നു എന്നതിൻ്റെയും ബഹുമാനിക്കുന്നു എന്നതിൻ്റെയും അടയാളമാണ്. ആളുകളുടെ പേരുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. മറ്റൊരാളെ അനുകരിക്കാനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനു വേണ്ടി അഭിനയിക്കാനോ ശ്രമിക്കരുത്. നിങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ വരുത്തുക. കൃത്രിമത്വം നിറഞ്ഞ പെരുമാറ്റം അധികകാലം മറച്ചുപിടിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ സത്യസന്ധനായിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ എളുപ്പമാകും. സുഹൃത്തുക്കളെ, ഈ 10 തത്വങ്ങളും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നവയല്ല. ഇതൊരു നിരന്തരമായ പരിശീലനമാണ്. ഓരോ ദിവസവും ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ നമ്മെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റും എന്നതിൽ സംശയമില്ല. ജീവിതം സമാധാനപൂർണ്ണമാക്കാനും സ്നേഹനിധികളായ സുഹൃത്തുക്കളെ നേടാനും ഈ വഴികൾ പിന്തുടരുക. മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ചെല്ലുക. മാറ്റം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നോർക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.